ഹായ്, ഓണം സ്പെഷ്യലിലൂടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക പച്ചടിയാണ്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഇനി ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെണ്ടക്ക 10 എണ്ണം, തൈര് 200 മില്ലി, തേങ്ങ അരമുറിയുടെ പാതി, ജീരകം, പച്ചമുളക് 2 എണ്ണം, ഉപ്പ്, എണ്ണ ആവശ്യത്തിന്, കടുക്, കറിവേപ്പില, ഉണക്കമുളക്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പം ചീനിച്ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട്. ഇപ്പം ഞാനിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന വെണ്ടക്കായിട്ട് വറുത്ത് കോരാം. വെണ്ടക്ക പാകത്തിന് മൂത്തിട്ടുണ്ട്. ഞാനിത് കോരി മാറ്റുകയാണ്. ഇപ്പോൾ വെണ്ടയ്ക്ക വറുത്തെടുത്ത അതേ എണ്ണ 1 സ്പൂൺ ഞാനിതിൽ ഒഴിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ മാറ്റി വെച്ചു. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ തേങ്ങയിൽ 2 പച്ചമുളകും ഒരല്പം ജീരകവും കടുകും ചേർത്ത് അരച്ചെടുത്തിരുന്ന് ഈ പാതി ഇട്ട് കൊടുക്കുകയാണ്. ഫ്രിഡ്ജിലെ കറിവേപ്പില വെക്കാതെ തന്നെ കേടുകൂടാതിരിക്കണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില ഒരു അലൂമിനിയം പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് അതൊന്ന് മൂടി വെച്ചാൽ മതി. ഒരാഴ്ച വരെ നമുക്കതിൽ നിന്ന് ഉപയോഗിക്കാം, കേടുവരികയില്ല. ഇനി നമുക്കൊരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം അധികം ഒഴിക്കരുത് കേട്ടോ, കാരണം നമ്മളിതിൽ തൈരിനി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇത് കുറുകിയിരിക്കുന്ന ഒരു കറിയാണ്. ഇപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇറക്കി വയ്ക്കാം. ഇപ്പം ഞാനിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പം നമുക്ക് വറുത്ത് വെച്ചിരുന്ന വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കടുകൊക്കെ ഒന്ന് വറുത്ത് ഇതിലേക്കിടാം. ചീനിച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായത് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. ഇപ്രാവശ്യത്തെ ഓണത്തിന് മറക്കാതെ ഇത് ഉണ്ടാക്കണം കേട്ടോ. വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.